ഈ വീഡിയോയിൽ ഒരു ഓപ്പൺ വെല്ല് വെർട്ടിക്കൽ മോട്ടോർ സെറ്റ് ചെയ്യുന്നതാണ്. കുറച്ച് ദിവസം മുൻപ് ഈ മോട്ടോർ വർക്ക് ചെയ്യാതെ നമ്മൾ പൊക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അന്നേരം വൈൻഡിങ് പോയതായിരുന്നു. വീണ്ടും വൈൻഡ് ചെയ്ത് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. കിണറിന് മുകളിലായിട്ട് ഗ്രില്ല് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുക്കാലിയൊക്കെ നമുക്ക് അതിന് മുകളിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റി. ഒരു നെൽപ്പാടത്തിന് നടുവിലായിട്ടാണ് ഈ കിണർ വരുന്നത്. ഇതാണ് മോട്ടോറും പമ്പും. ഇതൊരു കുടിവെള്ള പദ്ധതിയുടെ മോട്ടോറാണ്. 36 HP ആണ് വരുന്നത്. കിണറും ടാങ്കും കൂടെ ഏകദേശം ഒരു 1.5 കിലോമീറ്ററിനകത്ത് ദൂരം വരുന്നുണ്ട്. അത്രയും ദൂരത്തേക്കാണ് ഈ മോട്ടോർ തള്ളേണ്ടത്. കിണറിൽ നിന്നും പൊക്കിയെടുത്ത് നമ്മൾ മോട്ടോറും പമ്പും സെപ്പറേറ്റ് ആക്കി. 4 പേർ ചേർന്ന് കയറൊക്കെ ഇട്ട് തൂക്കിയെടുത്ത് കണ്ടത്തിലൂടെ നടക്കാനായിരുന്നു പ്ലാന്. പക്ഷെ അത് നടന്നില്ല. അത്രയും വെള്ളവുമായിരുന്നു. പിന്നീട് നമ്മൾ കയറ് കെട്ടി കണ്ടത്തിലൂടെ ഒറ്റ വലിയായിരുന്നു. അത്രയും വെയിറ്റാണ് മോട്ടോറിനും പമ്പിനും. 4 ഇഞ്ച് പൈപ്പാണ് വരുന്നത്. ഈ മോട്ടോർ കൂടാതെ വേറൊരു മോട്ടോറും കൂടെ ഈ കിണറിലുണ്ട്. അതും ഈ ടാങ്കിലേക്ക് തന്നെയാണ് പോകുന്നത്. രണ്ടും മാറി മാറി അടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങോട്ടിരിക്കില്ല പവി. നെറ്റിട് പവി. പവി നെറ്റിട് പവി. പവി നെറ്റിടും. ആ സ്വാൻഡർ അങ്ങോട്ട് വീണ് കൊണ്ടോട്ടാ. ഒരു പൈപ്പ് സെറ്റ് ചെയ്തതിന് ശേഷം ക്ലാമ്പിൽ മോട്ടോർ നമ്മൾ നിർത്തി കേബിളൊക്കെ ജോയിൻ ചെയ്തിട്ടാണ് അടുത്ത പൈപ്പ് സെറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ഒന്ന് പോരെ. 2 കിട്ടുന്നുണ്ടോ? അന്ന് ടൈറ്റ് ആവാത്ത കാരണം ഉണ്ടോ? മറ്റേ ആ ഗ്യാപ്പ് വന്നിരുന്നേ. ചെറിയൊരു ക്രോസിങ് ഇതോടെ തടയുന്ന കാരണം കൊണ്ട് എന്താ കൊക്ക് 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 നേരം വയ്ക്കണ്ടോ? കട്ടൻ ചായയുടെ നേരമായല്ലോ. നേരത്തെ അതിന് കുടന്നിടത്ത് 3 എണ്ണം ഉണ്ടല്ലോ. 5 വർഷം 3 എണ്ണം ഉണ്ടോ? ഇല്ലല്ലോ. ആകെ 3 ലെങ്ത് പൈപ്പാണ് ഇതിന് വരുന്നത്. അങ്ങനെ പൈപ്പ് സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ മോട്ടോർ കംപ്ലീറ്റ് താഴേക്ക് ഇറങ്ങി. ഇനി ഇതിൻ്റെ ഫോഴ്സ് ഒന്ന് ചെക്ക് ചെയ്യുകയാണ്.